ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഡി എസ് പിയുടെ പുതിയ ലെക്ചറിലെ സ്വാഗതം. ഫിൽട്ടറിങ് ഓഫ് ലോങ് ഡ്യൂറേഷൻ സീക്വൻസ് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അതിൽ ഓവർലാപ്പ് സേവ് മെത്തേഡാണ് നമ്മൾ പ്രീവിയസ് ലെക്ചേഴ്സുകളിലായിട്ട് കണ്ടിട്ടുള്ളത്. ഈ ലെക്ചറിൽ നമ്മൾ സെക്കൻഡ് മെത്തേഡായിട്ടുള്ള ഓവർലാപ്പ് ആഡ് മെത്തേഡാണ് കാണാൻ പോകുന്നത്. ഓവർലാപ്പ് സേവ് മെത്തേഡിൽ കണ്ട പോലെ തന്നെ ഫസ്റ്റ് നമുക്കിതിൻ്റെ സ്റ്റെപ്സുകൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. സോ ഇവിടെയും നമ്മൾ ഇതുപോലെ എക്സ് ഓഫ് എൻ എന്ന് പറയുന്ന ഒരു ലോങ്ങർ സീക്വൻസ് നമ്മളവിടെ കൺസിഡർ ചെയ്യുന്നു. അതിൻ്റെ ലെങ്ത്ത് L1 ആയിട്ട് നമ്മളവിടെ അസ്യൂം ചെയ്യണം. ആൻഡ് എച്ച് ഓഫ് എന്നിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് M ആയിട്ടാണ് വരുന്നത്. സോ അതിൽ ഫോളോ ചെയ്യുന്ന ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഓവർലാപ്പ് സേവ് മെത്തേഡിനകത്ത് തന്നെ വരുന്ന സെയിം സ്റ്റെപ്പ് തന്നെയാണ്. നമ്മളതിനെ ഡിഫറെൻറ്റ് സെഗ്മെൻ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം വിത്ത് ലെങ്ത് L നമ്മളിവിടെ ചൂസ് ചെയ്യുന്ന സെയിം മെത്തേഡ് തന്നെയാണ്, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു M. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നതും സെയിം ആണ്. എന്നിൻ്റെ വാല്യൂ നമ്മൾ L+M-1 വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നു. തേർഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ ചെയ്യുന്നത് M-1 സീറോസ് നമ്മൾ ഓരോ സെഗ്മെൻറ്റിലും ആഡ് ചെയ്യണം. ഓവർലാപ്പ് സേവ് മെത്തേഡിനകത്ത് നമ്മൾ ഇങ്ങനെയല്ലായിരുന്നു. M-1 സീറോസ് ഫസ്റ്റ് സെഗ്മെൻറ്റിൽ ആഡ് ചെയ്തതിന് ശേഷം സെക്കൻഡ് തൊട്ടുള്ള എല്ലാ സെഗ്മെൻറ്റിലും പ്രീവിയസ് സെഗ്മെൻറ്റിൻ്റെ ലാസ്റ്റ് M-1 എലമെൻറ്റ്സ് എടുത്തിട്ടായിരുന്നു ഫില്ല് ചെയ്തിരുന്നത്. പക്ഷേ ഇവിടുത്തെ കേസിൽ നമ്മൾ ചെയ്യുന്ന എന്താണ്, എല്ലാ സെഗ്മെൻറ്റിലും M-1 സീറോസ് നമ്മൾ ആഡ് ചെയ്യാണ് ചെയ്യുക. അതിനുശേഷം ഇമ്പൾസ് റെസ്പോൺസ് നമ്മൾ പഴയതുപോലെ തന്നെ സൈസ് n ആക്കുന്നു, സിമിലർലി 0 ആഡ് ചെയ്തിട്ട്. ദെൻ ഫിഫ്ത്ത് സ്റ്റെപ്പ് ഈസ് ഫൈൻഡിങ് ദ സർക്കുലർ കൺവല്യൂഷൻ. ആൻഡ് ഫൈനലി ദ സിക്സ്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യും, ആഡ് ലാസ്റ്റ് ഫസ്റ്റ് M-1 പോയിൻറ്റ്സ് ഓഫ് ഈച്ച് സെഗ്മെൻറ്റ് and discard or remove excess point than L1 plus M-1. ഇതെന്താണെന്നുള്ളത് ചിലപ്പോൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കിയിട്ട് ഈ മെത്തേഡ് ഒന്ന് നോക്കാം. ഓക്കെ, സോ ഇവിടെ ഞാൻ ഓവർലാപ്പ് സേവ് മെത്തേഡിൽ ഫസ്റ്റ് ചെയ്തിട്ടുള്ള സെയിം എക്സാമ്പിൾ തന്നെയാണ് ഇവിടെ എടുക്കുന്നത്. സോ ഇതിൻ്റെ സൊല്യൂഷൻ കാണുമ്പോൾ നമ്മൾ ആദ്യം എന്താണ്, ഗിവൺ ഡാറ്റ എന്താണെന്ന് എടുത്തെഴുതുക. സോ ഗിവൺ ഡാറ്റ L1 എന്ന് പറയുന്നത് എന്താണ്, ഇതിൻ്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 10 ആണ്. അതുപോലെ ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് M=3 ആണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മളതിനെ ഡിഫറെൻറ്റ് സെഗ്മെൻറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. സോ L നമ്മളിവിടെ അസ്യൂം ചെയ്യുക. നമ്മൾ ഓവർലാപ്പ് സേവ് മെത്തേഡിൽ ചെയ്ത പോലെ തന്നെ ഇവിടെ നമ്മൾ അസ്യൂം ചെയ്യുന്നത് സെയിം L=3 ആയിട്ടാണ്. ഓൺലി കണ്ടീഷൻ ഈസ് ദാറ്റ് L ഷുഡ് ബി, ഇത് ലെസ് ദാൻ അല്ല, ഗ്രേറ്റർ ദാൻ ആണ്. L ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു M. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്, ഇതിനെ ഡിഫറെൻറ്റ് സെഗ്മെൻറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്യാം. സോ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് x1 ഓഫ് n 3 - 1 0, ഫസ്റ്റ് 3 എലമെൻറ്റ്സ്, അടുത്ത 3 എലമെൻറ്റ്സ് 1 3 2, അടുത്ത 3 എലമെൻറ്റ്സ് 3 0 1 2, അടുത്ത ലാസ്റ്റ് ഒരു എലമെൻ്റ് ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, 0 ഇട്ടിട്ട് അതിൻ്റെയും ലെങ്ത്ത് നമ്മൾ 3 ആക്കും. സോ ഇങ്ങനെ നമുക്ക് 4 സെഗ്മെൻറ്റുകൾ കിട്ടും. വാട്ട് ഈസ് ദ സെക്കൻഡ് സ്റ്റെപ്പ്, കാൽക്കുലേറ്റ് ദ ലെങ്ത് ഓഫ് n. എന്നിൽ Lൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ 3 ആണ് എടുത്തിട്ടുള്ളത്. M എന്ന് പറയുന്നത് ഇവിടെ 3 ആണ്. സോ 3 + 3 - 1 5 ആണ് നമുക്ക് n ആയിട്ട് കിട്ടുന്നത്. സോ നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്ത് ചെയ്യും, ആഡ് M-1 സീറോസ് ഓൺ ഈച്ച് സെഗ്മെൻറ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഇവിടെ M-1 എന്ന് പറയുന്നത് എത്രയാണ്, ദാറ്റ് ഈസ് 3 - 1 വിച്ച് ഈസ് ഈക്വൽ ടു 2 ആണ്. സോ ഇതിൽ നമ്മളുടെ എലമെൻറ്റ്സ് കിട്ടിയിട്ടുള്ളത് ഈ എലമെൻറ്റ്സ് ആണ്, x1 x2 x3 ആൻഡ് x4. ഇതിൽ M-1 സീറോസ് ആഡ് ചെയ്യുക എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ദാറ്റ് മീൻസ് x1 ഓഫ് n എന്ന് പറയുന്നത് എന്താവും, 3 - 1 0ൻ്റെ കൂടെ 2 സീറോസ് എക്സ്ട്രാ ആഡ് ആവും. അതുപോലെ x2 ഓഫ് എന്നിൻ്റെ ലാസ്റ്റിൽ 2 സീറോസ് ആഡ് ആവും. x3 ഓഫ് എന്നിൻ്റെ ലാസ്റ്റിൽ 2 സീറോസ് ആഡ് ആവും. x4 ഓഫ് എന്നിൻ്റെ ലാസ്റ്റിൽ 2 സീറോസ് ആഡ് ആവും. ദിസ് ഇസ് M-1 സീറോസ് നമ്മളിവിടെ ആഡ് ചെയ്യും. എന്നിട്ട് നമുക്ക് എന്ത് കിട്ടി, 4 സീക്വൻസ് കിട്ടി. ഇനി നമുക്ക് എന്താണ്, സെയിം സ്റ്റെപ്പ് ആസ് ഓവർലാപ്പ് സെയിം മെത്തേഡ്, നമ്മൾ h ഓഫ് എന്നിൻ്റെ ലെങ്ത്ത് n ആക്കി മാറ്റുന്നു ബൈ ആഡിങ് 0. നമുക്ക് 1 1 1 മാത്രമായിരുന്നു, 2 സീറോസും കൂടെ ആഡ് ചെയ്തിട്ട് അതിൻ്റെ ലെങ്ത്തും n ആക്കി. ഇനി നമ്മൾ എന്താ ചെയ്യുക, ഇതിൻ്റെ സർക്കുലർ കൺവല്യൂഷൻ കാണുക എന്നുള്ളതാണ്. ഓരോ സീക്വൻസും h ഓഫ് n വെച്ചിട്ട് സർക്കുലർ കൺവല്യൂഷൻ കാണുക. x1 ഓഫ് n സർക്കുലർ കൺവല്യൂഷൻ h ഓഫ് n. സോ നമ്മളുടെ ഫസ്റ്റ് സീക്വൻസ് ഇതാണ്, സെക്കൻഡ് സീക്വൻസ് ഇതാണ്. നമുക്കറിയാം സർക്കുലർ കൺവല്യൂഷൻ കാണുന്ന സമയത്ത് 3 - 1 0 0 എഴുതുക. ഈ ലാസ്റ്റ് 0 ഇവിടെ വരും. 3 - 1 0 0 വരുന്നു. ഈ 0 അഗെയിൻ വിൽ കം ഹിയർ, 0 3 - 1 0. ഈ 0 വിൽ അഗെയിൻ കം ഹിയർ, 0 0 3 - 1. ഈ -1 വിൽ കം ഹിയർ, 0 0 0 3.
ഓക്കെ, ദിസ് ഈസ് അവർ ഫസ്റ്റ് മാട്രിക്സ്. സെക്കൻഡ് മാട്രിക്സ് 1 1 1 0 0 എന്നുള്ളത് നമ്മൾ ഇങ്ങനെ എഴുതും. എന്നിട്ട് വി വിൽ മൾട്ടിപ്ലൈ ആൻഡ് ആഡ് 3 into 1 plus 0 into 1 plus 0 into 1 plus 0 into 0 minus 1 into 0. നമുക്ക് എന്ത് കിട്ടും? ആൻസർ 3 2 2 minus 1 0 എന്ന് നമുക്കവിടെ കിട്ടും. അങ്ങനെ ഓരോ എലമെൻറ്റ് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 3 2 2 minus 1 0 എന്ന് കിട്ടും. സിമിലർലി y2 ഓഫ് n ചെയ്യുക. y2 ഓഫ് n ചെയ്യുന്ന സമയത്ത് നമുക്ക് 1 4 6 5 2 കിട്ടും. ദെൻ y3 ഓഫ് n ചെയ്യുക. ആ സമയത്ത് നമുക്ക് 0 1 3 3 2 കിട്ടും. y4 ഓഫ് n ചെയ്യുന്ന സമയത്ത് സിമിലർലി നമുക്ക് എന്ത് കിട്ടും? 1 1 1 0 0 കിട്ടും. ഓക്കെ, സോ സെയിം ആസ് ഓവർലാപ്പ് സേവ് മെത്തേഡ്. ഇനി 6th സ്റ്റെപ്പിലാണ് നമുക്ക് ആ ചേഞ്ച് വരുന്നത്. 6th സ്റ്റെപ്പിൽ എന്താണ്? ആഡ് ലാസ്റ്റ് ഫസ്റ്റ് m-1 പോയിന്റ്സ് ഓഫ് ഈച്ച് സെഗ്മെന്റ് എന്നാണ്. അതെങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് സെഗ്മെന്റ് എന്താണ്? 3 2 2 minus 1 0 ഇതാണ് വരുന്നത്. m-1 പോയിന്റ്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദാറ്റ് ഈസ് m എന്ന് പറയുന്നത് 3 ആണ്, 3 minus 1 2 പോയിന്റ്സ് ആണ്. സോ ഞാൻ അവിടെ ലാസ്റ്റ് 2 പോയിന്റ്സ് കളർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ സെക്കൻഡ് സീക്വൻസ് എടുക്കുകയാണ് 1 4 6 5 2. സോ 1 4 6 5 2ൽ നോക്കിയാൽ ഈ 1 4 എന്ന് പറയുന്നത് ഇതിന് നേരെ അലൈൻ ചെയ്തിട്ടാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. ദെൻ 6 5 2 എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ ലാസ്റ്റ് m-1 സെക്ഷൻസ് ഞാൻ കളർ ചെയ്തിട്ടുണ്ട്. അടുത്ത സെഗ്മെൻറ്റ് 0 1 3 3 2 ആണ്. സോ 0 1 എന്ന് പറയുന്നത് ഇതിൻ്റെ നേരെ ഞാൻ അലൈൻ ചെയ്തിട്ടുണ്ട്. ദെൻ 3 3 2. അതുപോലെ തന്നെ ലാസ്റ്റ് 2 സെഗ്മെൻറ്റ്സ് ഗ്രീൻ ആക്കിയിട്ടുണ്ട്. അടുത്ത സീക്വൻസ് എന്ന് പറയുന്നത് ദിസ് വൺ, അത് ഞാൻ ഇതുപോലെ അലൈൻ ചെയ്തിട്ട് എഴുതിയിട്ടുണ്ട്. ഓക്കെ, സോ ഇങ്ങനെ അലൈൻ ചെയ്ത് എഴുതിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് പറഞ്ഞാൽ വി വിൽ ആഡ് ദീസ് 2 സെഗ്മെൻറ്റ്സ്. അതുപോലെ 5 0 ആഡ് ചെയ്യും, 2 1 ആഡ് ചെയ്യും. അതായത് ഇത് തമ്മിൽ ആഡ് ചെയ്യും, അതുപോലെ ഇത് തമ്മിൽ ആഡ് ചെയ്യും. സിമിലർലി ഇത് രണ്ടും തമ്മിൽ ആഡ് ചെയ്യും. സോ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? 3 അങ്ങനെ തന്നെ താഴെ വരും, 2 അങ്ങനെ തന്നെ വരും, 2 അഗെയിൻ വിൽ കം, -1 + 1 0 0 + 4 4 വരും. ഈ 6 അതുപോലെ തന്നെ താഴെ വരും. 5 + 0 5 വരും, 2 + 1 3 വരും. ഈ 3 അതുപോലെ തന്നെ വരും. ദെൻ 3 + 1 4 വരും, 2 + 1 3 വരും. ദെൻ 1 0 0. സോ ഇതാണ് നമുക്ക് കിട്ടുന്ന സീക്വൻസ് എന്ന് പറയുന്നത്. സോ ഈ സീക്വൻസിനകത്ത് നമ്മൾ കിട്ടിയതുപോലെ ചെക്ക് ചെയ്യുകയാണ്. ദാറ്റ് ഈസ് L1 + m-1 ലെങ്ത് നോക്കുന്നു. നമുക്കവിടെ കിട്ടുന്നത് 12 ആണ്. സോ ഇതിനകത്തുനിന്ന് നമുക്ക് ആവശ്യമുള്ള 12 എലമെൻറ്റ്സ് നമുക്ക് എടുക്കാം. 1 2 3 4 5 6 7 8 9 10 11 12. ഈ 2 സീറോസിൻ്റെ ആവശ്യം നമുക്കില്ല. സോ നമ്മുടെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? ദിസ് വിൽ ബി അവർ ഫൈനൽ റിസൾട്ട്. ഇതാണ് ഓവർലാപ്പ് ആഡ് മെത്തേഡ് എന്ന് പറയുന്നത്. നമുക്ക് തന്നിട്ടുള്ള ഇൻപുട്ട് സീക്വൻസ് നല്ല വലിയ ലെങ്ത്തിലാണെങ്കിൽ സ്റ്റെപ്സുകൾ കുറച്ചുകൊണ്ട് നമുക്ക് കൺവല്യൂഷൻ ചെയ്യുന്നതിൻ്റെ ഒരു മെത്തേഡാണ് ഓവർലാപ്പ് ആഡ് മെത്തേഡ്. ഓക്കെ, സോ ഇത്രയാണ് ഈ ലെക്ചറിലുള്ളത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.